17-ാം തീയതി ഏപ്രിൽ 17-ാം തീയതി 11:27 സമയം ഫ്രാങ്ക്ഫർട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്യാൻ പോയെന്ന് ഓപ്പൺ ചെയ്തിട്ടത്ര. അപ്പോൾ ഞാനൊരു യൂറോ USDൻ്റെ 15 മിനിറ്റ് ചാർട്ടാണിത്. ഒരു സെൽ ട്രേഡ് എൻട്രി ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് തന്നെ ട്രേഡ് അവിടെ ഉണ്ട്, എൻട്രി പോയിൻ്റ് തന്നെ ഉണ്ട്. ഓക്കെ, 12 മണിയായി. അപ്പോൾ UK ഓപ്പൺ ചെയ്യണത്ര. ഫ്രാങ്ക്ഫർട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് 11:30. UK ഓപ്പൺ ചെയ്യാൻ 11:30, അരമണിക്കൂറും കൂടിയും ബാക്കിയുണ്ട്. അപ്പോൾ ട്രേഡ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഞാൻ ഓൾറെഡി പ്രോഫിറ്റൊന്നും എടുത്തിട്ടില്ല, പക്ഷെ ഞാൻ സ്റ്റോപ്പ് ലോസ് പ്ലസ്സിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാനൊരു ലൈൻ വരക്കാതെ ഞാൻ ഏകദേശം ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. മൊത്തം സ്റ്റോപ്പ് ലോസ് ഇവിടെ പ്ലസ്സിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം പ്രൈസ് മുകളിലേക്ക് പോകുന്നെങ്കിൽ തന്നെ ഞാൻ ലോസിലേക്ക് പോകണ്ടെന്ന് വെച്ചിട്ട് ഒന്നും ക്ലോസ് ചെയ്തിട്ടത്ര. റീസെൻ്റ് ലോ ഈ ഏരിയയിൽ ഈ ലെവലിലെത്തിയാൽ ഞാൻ ഒരു ഹാഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു 30% പ്രോഫിറ്റ് എടുക്കും ഇവിടെ എത്തിയാൽ. ആ രീതിയിലാണ് പ്ലാൻ ഉള്ളത്. ഓക്കെ, ഇപ്പോൾ 12:43 UK സെഷൻ ഓപ്പണായി. അപ്പോൾ ട്രേഡ് സ്റ്റിൽ റണ്ണാണ്. കാരണം ഈ ലൈൻ ഞാൻ നേരത്തെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഫിക്സ് ചെയ്തിരുന്നു. പക്ഷെ അതിപ്പോൾ ഞാൻ ചേഞ്ച് ചെയ്ത്. കാരണം പിന്നെ UK സെഷൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഈ ക്യാൻഡിലിങ് ഉണ്ടാകുന്നത്. അപ്പോൾ എനിക്ക് ഷുവറായിരുന്നു ഒരു സ്പൈക്ക് ഉണ്ടാവും താഴേക്ക് വരുന്നതിന് മുമ്പായിട്ട് തന്നെ. അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ഈവനിലല്ല, ഒരു 2 പിപ്പ് പ്രോഫിറ്റിൽ താഴേക്ക് വെച്ച്. കാരണം കമ്മീഷൻ അത് മുകളിലേക്ക് പോകാൻ തന്നെ കമ്മീഷൻ്റെ പ്രൈസ് ലോസ് ആണ്ടാന്ന് വെച്ചിട്ട് 2 പിപ്പ് പ്ലസ്സിൽ വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. ഇവിടെ ഇരുന്ന് ആദ്യം സ്റ്റോപ്പ് ലോസ് വെച്ചത് പകുതി ഒരു ചെറിയൊരു പ്രോഫിറ്റിൻ്റെ രീതിയിൽ. പിന്നെ അത് മാറ്റി കാരണം ഈ സ്പൈക്കിൽ വെറുതെ ട്രേഡിൽ നിന്ന് ഔട്ടാണ്ടെന്ന് വെച്ചിട്ട് ചെറിയ പ്രോഫിറ്റ് കൊണ്ട് സ്റ്റോപ്പ് ലോസ് മാറ്റിയിരുന്നു മുകളിലേക്ക്. അപ്പോൾ ഇപ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. 12:45 ആവാൻ പോയെന്ന്. ഈ ക്യാൻഡിൽ വളരെ നല്ല രീതിയിലാണ് താഴേക്ക് വന്നിട്ടുള്ളത്. UK ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ നോക്കാം. ഇപ്പോൾ 1 മണിയായി. അപ്പോൾ ട്രേഡ് ഇപ്പോൾ ഉള്ളത് എവിടെയാണ്? ഇപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഈ ലോ പോയിൻ്റിൽ നിന്ന് 70% പ്രോഫിറ്റ് ക്ലോസ് ചെയ്ത് ബാക്കി 30% റണ്ണിങ് ആണ്. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇത് 41 ഏരിയയിൽ 1.0841 വെച്ച്. പിന്നെ പ്രൈസ് മുകളിലേക്ക് പോകുന്നെങ്കിൽ അവിടുന്ന് പ്രോഫിറ്റ് തന്നെ അത് ക്ലോസ് ആവും. ഇല്ലെങ്കിൽ താഴേക്ക് പോകുന്ന രീതിയിൽ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്യുന്നു. ഓക്കെ, സമയം 1:38. അപ്പോൾ ഞാൻ ഒരു 70% പ്രോഫിറ്റ് ഇവിടെ നിന്ന് എടുത്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇവിടുന്ന് ബാക്കി ഫുൾ ട്രേഡ് ക്ലോസ് ചെയ്തു. കാരണം ഇതിപ്പോൾ റീസെൻറ്റ് ലോയിലാണ് ഉള്ളത്. ഇവിടെ ഒരു മെമ്മറി ഏരിയ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇവിടുന്ന് താഴേക്ക് പോകുന്നുണ്ടെങ്കിലും കുറച്ച് സമയം ഇവിടെ റേഞ്ചൊക്കെ ആയിട്ടേ പോലും ചിലപ്പോൾ ഒരു സ്പൈക്ക് വരാനും മതി. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ ഫുൾ ട്രേഡും ക്ലോസ് ചെയ്ത് എക്സിറ്റായി. ഓക്കെ, താങ്ക് യു.